ഇത് വലിയ മത്തിയല്ലേ? ഇതിണ്ടൊക്കെ എത്രയാണ്? ഉണ്ടല്ലോ. ഇതിന് വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും വന്നത്. ഹലോ, അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണേ. ഞാൻ സാധാരണ ലോങ് വീഡിയോസ് ഇടൽ വളരെ കുറവാണ്, കൂടുതൽ ഷോർട്സ് ആണ് ഇടാറ്. പിന്നെ ഞാൻ ഷോർട്സിൽ വോട്ടൈറ്റിനേടെ ഇടാറുണ്ട് കേട്ടോ, അത് അത്യാവശ്യം റീച്ച് കയറാറുണ്ട്. എന്നാൽ പിന്നെ ഒരു വോട്ടൈറ്റിനേടെ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടാലോ എന്ന് വിചാരിച്ച്. പിന്നെ ആകെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ന് ഫുൾ ഡേ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടുകൾ ഏതാ തപ്പിയപ്പോൾ ഏറ്റവും കൂടുതൽ വന്ന 2 പേരുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയിലെ ഹോട്ടലും ചാമ്പ്യൻസ് ഹോട്ടലുമാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ബീഫ് ഫ്രേമി ആയതുകൊണ്ട് നമ്മൾ ഇടയിലെ ഹോട്ടലാണ് ചൂസ് ചെയ്തത്. ഈ ഹോട്ടലിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ കാണാത്തവരത് കാണണം. നല്ല ഫുഡായിരുന്നു കേട്ടോ. ബീഫാണ് അവിടുത്തെ താരം. പഴംപൊരി, ഉപ്മാവും പൊറോട്ടയും എല്ലാ ഐറ്റംസും ഉണ്ട്. രാവിലെ നല്ല തിരക്കും കേട്ടോ അവിടെ. ഞങ്ങളും പഴംപൊരി, ഉപ്മാവും ബീഫും തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു ചിക്കൻ കറിയും കൂടെ വാങ്ങിച്ചത്, ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട്. റേറ്റൊക്കെ നല്ല റീസണബിൾ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 2 പേര് കഴിച്ചിട്ടും എനിക്കൊന്ന് 200 രൂപയിൽ താഴെ ആയിട്ടുള്ളൂ ബില്ല്. അവിടെ നിന്ന് ഫുഡ് ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും നന്നായിട്ട് വയറ് നിറഞ്ഞ പോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ അടുത്ത സ്പോട്ട് ഏതാണെന്ന് അന്വേഷിക്കുന്നവരെ എവിടെയെങ്കിലും ഒന്ന് ഇത്തിരി വിശ്രമിക്കാമെന്ന് വിചാരിച്ച് തപ്പിയപ്പോഴാണ് ദേ സ്റ്റാർബക്സിൽ ഈ ഒരു ഓഫർ കണ്ടത്. 150 രൂപയ്ക്ക് ഒരു ചെറിയൊരു കോഫി കഴിച്ചുകൊണ്ട് കുറച്ച് നേരം AC വിശ്രമിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞങ്ങൾ കയറുന്നത്. അവിടെ കയറി അത് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴാണ് അവർ പറഞ്ഞത് ആ ഓഫർ ഇപ്പോൾ ഇല്ലയെന്ന്. എന്നാൽ പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോന്നും പറഞ്ഞ് നൈസായിട്ട് എൻ്റെ കൂടെ വന്നയാൾ തലതപ്പിക്കളഞ്ഞ്. സംഭവം ഞങ്ങൾക്കൊന്നും കഴിക്കാനൊന്നും വേണ്ടിയിരുന്നില്ല, കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ നേരം മെനു കാർഡൊക്കെ നോക്കി അവിടുത്തെ സാധനങ്ങളും ഒക്കെ നോക്കി ഏകദേശം ധനനഷ്ടം വരാത്ത രീതിയിൽ ഞാനൊരു കോൾഡ് കോഫി ഓർഡർ ചെയ്തു. ഞാൻ കോൾഡ് കോഫി ഓർഡർ ചെയ്തപ്പോൾ അവിടുത്തെ കുട്ടി പറഞ്ഞ് കോൾഡ് കോഫി വിത്ത് വാനില ഐസ്ക്രീമാണ്, അടിപൊളിയാണ്, ഭയങ്കര മൂവിങ് ഉള്ള ഐറ്റമാണ്, അത് ഓർഡർ ചെയ്തോന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതോരെണ്ണം എടുത്തോന്ന് ഞാനും പറഞ്ഞ്. അങ്ങനെ അതും ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ പോയിട്ട് കുറേ നേരം ഇരുന്ന്. അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ, നല്ല ബീച്ചിൻ്റെ സൈഡും ആംബിയൻസ് ഒക്കെ പൊളിയാണ്. അങ്ങനെ കാത്ത് നിന്ന് ഒടുവിൽ നമ്മളെ ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കോഫി കൊള്ളൂല്ലെങ്കിലും കുഴപ്പമില്ല, അതിൽ വാനില ഐസ്ക്രീമെങ്കിലും ഉണ്ടാവില്ല, അത് കോരി തിന്നാന്ന്. 490 രൂപേൻ്റെ ഈ ഒരു ഐറ്റത്തിൽ 5 രൂപേൻ്റെ ഒരു കപ്പ് ഐസ്ക്രീം പോലും ചേർത്തിട്ടില്ലെന്ന് ആദ്യത്തെ ഒരു സിപ്പ് എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. വല്ലാത്തൊരു കയ്പുണ്ടായിരുന്നു, എന്താണെന്നറിയില്ല. ഞാൻ പണ്ടെങ്ങാനും ബാംഗ്ലൂർ പോയപ്പോൾ ഒരു പ്രാവശ്യം സ്റ്റാർബക്സിൽ കയറി കേട്ടോ. അന്നൊരു നോർമൽ കോഫി ആയിരുന്നു കുടിച്ചത്. അന്ന് വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. കോൾഡ് കോഫി ഞാൻ വേറെ ഷോപ്പൊന്നും കുടിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ നിന്നൊന്നും എനിക്ക് അങ്ങനെ കയ്പ് ഫീൽ ചെയ്തിട്ടില്ല. ഇവരുടെ കോൾഡ് കോഫി ഈ ഒരു ഇങ്ങനെയാണോ എന്നറിയില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്ത് ഇതാണോ ഇവരുടെ കോഫീൻ്റെ ടേസ്റ്റ് എന്നറിയില്ല. അങ്ങനെ കോഫി മൊത്തത്തിലൊരു പരാജയമായിരുന്നു. കോഫി ഫ്ലോപ്പായ സങ്കടത്തിൽ ഞങ്ങൾ കുറച്ച് അധിക നേരം തന്നെ അവിടെ ഇരുന്നുണ്ടായിരുന്നു. കുറേ ബീച്ചിൻ്റെ വീഡിയോസും ഷോപ്പിൻ്റെ വീഡിയോസും നമ്മളെ വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ ഈ ഒരു സാധനം കണ്ടിട്ടോ, റോട്ടുമല്ലി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഈ റോട്ടുമല്ലി ലൈൻസ് ഇടുന്ന സാധനം ഇതെങ്ങനെയാണ് ഈ പരിപാടിയെന്ന്. അവിടെ നിന്ന് പിന്നെ ഞാൻ പോയത് ഫറൂഖിലേക്കാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫറൂഖ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവളാണ് എൻ്റെ കമ്പാനിയൻ. ഏതായാലും ഫറൂഖിലല്ലേ പോകുന്നതെന്ന് ചോദിച്ചാൽ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കുറേ തപ്പിയിട്ട് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് ഞങ്ങൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് അങ്ങോട്ട് പോയത്. ഞാൻ കണ്ട് ഹോട്ടൽ അല്ലാതെ ഹന്നെ നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഹോട്ടൽ ഓപ്പൺ ആണോ എന്ന് നോക്കാൻ ഞങ്ങൾ വിട്ടുപോയി. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് ഹോട്ടൽ ക്ലോസ്ഡ് ആയിരുന്നു.
ഫറൂഖ് വന്നിട്ട് ഒന്നും തിന്നാണ്ട് പോകുന്നത് മോശമല്ലേന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ ഉള്ള ഒരു ഐസ് കടയിൽ കയറിയിട്ടോ. 15 രൂപയുള്ളൂ കേട്ടോ ഐസിന്. അവിടെ എല്ലാ ഫ്ലേവേഴ്സിലും ഉണ്ട്. നമ്മളെ പണ്ടത്തെ കോലൈസാണ് സാധനം. അതെനിക്ക് ഇവളാണ് കാണിച്ചു തന്നത്. ഇവളെ സ്കൂളിലെ നേരെ ഓപ്പോസിറ്റുള്ള ഐസ് കടയാണ്. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ പിന്നെ ഫറൂഖൊക്കെ ചുറ്റി ബൈപ്പാസ് വഴി വീണ്ടും ചേവായൂർ തന്നെ എത്തി. നമ്മളെ പഴയ ദാസ് മെസ് ഉണ്ടല്ലോ, ആ മെസ്സിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ ഇടാച്ചിട്ടാ. അടിപൊളി ഫുഡാണ് അവിടുത്തെ. അവിടെ പോയി ചോറൊക്കെ കഴിച്ച് കുടിച്ചാൽ കുറച്ച് മതി. ഒരു മത്തി ഒരു മാന്തി എടുത്തോ. എടുത്തോ. ആ മതിയോ മതിയോ ഈ ലൈറ്റിങ്ങിൻ്റെ ആണോന്ന് അറിയില്ല. അല്ല ഫോക്കസ് ഉണ്ടോ? അല്ല ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് വരും. ഇപ്പം മാണ്ടേം തരും തുണ്ടേം തരും ഓരോ വീഡിയോ. ചോറൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫലൂദ കഴിക്കാൻ വീണ്ടും ഒരു മോഹം. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും ടൗണിലേക്ക് തന്നെ തിരിച്ചു വന്ന് നമ്മളെ ഫ്രാൻസിസ് റോഡിലെ ഫിൽസ് ആ ഷോപ്പിലേക്കാട്ടോ പോയത്. അവിടുത്തെ ഫലൂദ 79 രൂപയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ അത് മാത്രമല്ല എൻ്റെ കൂടെയുള്ള കുട്ടീനെ അവിടെ റെയിൽവേ സ്റ്റേഷനിലാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫലൂദയും കഴിച്ച് പിന്നെ ഒരു മുന്തിരി വെള്ളവും കുടിച്ച് ഒരു പൊട്ടറ്റോ ബൈറ്റ്സും കഴിച്ച് നല്ല രസമുണ്ട്. സൂപ്പർ. ഇതൊക്കെ കഴിച്ച് അവളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ വീണ്ടും മെല്ലെ വീട്ടിലെത്തി. വീട്ടിൽ വന്ന് ഒരു ചായ ഓടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കുറച്ച് സന്ധ്യയായപ്പോൾ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ ചേവായൂർ ടോപ്പ് ഫോമിലാണ് നമ്മൾ പോയത്. അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ഹാഫ് 65ഉം അതാണ് കഴിച്ചത്. മോനും ഞാനും കൂടെ ഒരു ബിരിയാണി കഴിച്ചേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് പോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുറത്തുനിന്ന് കഴിച്ച ഭക്ഷണങ്ങൾ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.